കുലീന സ്ത്രീകളായി ജീവിച്ച് ഭർത്താവിന്റെ മരണശേഷം ദുഃഖത്തിന്റെ ആഴക്കടലിൽ മുങ്ങി അതിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് സ്വന്തം ശരീരത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനും വാർദ്ധക്യത്തിലെ പ്രണയം എങ്ങനെ കൊണ്ടാടുന്നു, സമൂഹം അതെങ്ങനെ കാണുന്നു എന്ന പല സൂചനകളും നോവലിസ്റ്റ് തരുന്നുണ്ട്. നമസ്കാരം. ഞാനിന്ന് അവതരിപ്പിക്കുന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ, മലയാളികൾ സ്വന്തം എന്ന് കരുതുന്ന ഒരു എഴുത്തുകാരന്റെ വിശ്വപ്രസിദ്ധമായ കൃതിയാണ് ഗബ്രിയൽ ഡെ മാർക്വേസിന്റെ ലവ് ഇൻ ദ ടൈം ഓഫ് കൊളറ അഥവാ കൊളറ കാലത്തെ പ്രണയം. 1985 സ്പാനിഷിൽ എഴുതപ്പെട്ട ഈ കൃതി അതിന്റെ പൂർണ്ണ സ്വത്വത്തോടെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എഡിത്ത് ഗ്രോസ്മാൻ ആണ്. കരീബിയൻ കടലിന്റെയും മെഡലിന നദിയുടെയും സമീപത്തുള്ള ഒരു കൊളംബിയൻ സാങ്കല്പിക നഗരത്തിലാണ് ഈ കഥ നടക്കുന്നത്. 1880 തൊട്ട് 1930 വരെയുള്ള കാലഘട്ടമാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രണയമാണ് ഇതിന്റെ മുഖ്യപ്രമേയമെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ദൈനംദിന ജീവിത സാഹചര്യങ്ങളും എല്ലാം ഈ കഥയിൽ കടന്നു വരുന്നുണ്ട്. ഫ്ലോറന്റീനോ അറീസ എന്ന കഥാനായകന് ഫെർമിന ഡാസായോടുള്ള 53 വർഷം 7 മാസം 11 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രണയ സുഗന്ധം പരത്തി ഈ നോവൽ ഉടനീളം പ്രസരിക്കുന്നുണ്ട്. കൗമാരത്തിൽ തുടങ്ങി യൗവനം വിട്ട് വാർദ്ധക്യത്തിൽ എത്തുമ്പോഴും ഫ്ലോറന്റീനോ ആ പ്രണയത്തിന്റെ തീനാളം അണയാതെ കാത്തു സൂക്ഷിക്കുന്നു. ഫ്ലോറന്റീനയുടെയും ഫെർമിനയുടെയും വ്യക്തിത്വം വളരെ പച്ചയായി, റിയാലിസ്റ്റിക്കായി, വിത്ത് ഓൾ ദിയർ ഫ്ലോസ്, എല്ലാ വീഴ്ചകളോടും കൂടിയാണ് നോവലിസ്റ്റ് വരച്ചിട്ടിരിക്കുന്നത്. കുറച്ചു ദുരഭിമാനിയും അല്പസ്വല്പം പിടിവാശിയും ജീവിതത്തിലെ അതിപ്രധാനമായ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുന്നവളുമായ ഫെർമിനയോടുള്ള പ്രണയം കത്തിയാളുമ്പോൾ തന്നെ അനേകം സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന ഫ്ലോറന്റീനോ. എന്നാൽ ഇവരെ രണ്ടുപേരെ കൂടാതെ മറ്റൊരു സുപ്രധാന കഥാപാത്രവും ഈ നോവലിലുണ്ട്. ഫെർമിനയുടെ ഭർത്താവ് ഡോക്ടർ ജുവനാൽ എർബിനോ. ഫെർമിനയുടെയും എർബിനോയുടെയും വിവാഹ ജീവിതം വളരെ വിശദമായി തന്നെ നോവലിസ്റ്റ് അവലോകനം ചെയ്യുന്നുണ്ട്. അതിതീവ്രമായ പ്രണയമൊന്നും കൂടാതെ തുടങ്ങിയ വിവാഹബന്ധം ഒടുവിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ അന്യോന്യം താങ്ങും തണലുമായി തീരുന്ന ദമ്പതികളാകുന്നു. എന്നാൽ എല്ലാ വിവാഹ ജീവിതത്തിലെയും ഉള്ളതുപോലെ അനേകം കയ്പുനീരുകൾ കുടിച്ചിട്ടാണ് അവർ ഈ അവസ്ഥയിൽ എത്തുന്നത്. വിവാഹ ജീവിതത്തിലെ ദുഃഖവും സന്തോഷവും പ്രതീക്ഷയും നൈരാശ്യവും ഒന്നിച്ചനുഭവിച്ച ദമ്പതികൾ അവസാനം അന്യോന്യം താതാത്മ്യം പ്രാപിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഇതിൽ വരച്ചിട്ടിരിക്കുന്നത്. നോവലിസ്റ്റ് എർബിനോയ്ക്ക് വളരെ ശക്തമായ ഒരു വ്യക്തിത്വമാണ് നൽകിയിട്ടുള്ളത്. തന്റെ ജോലിയിൽ മാത്രമല്ല കലയിലും സംഗീതത്തിലും പ്രാവീണ്യം നേടിയ എർബിനോ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ നൂതനമായ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുന്ന, അവ പ്രയോഗത്തിൽ വരുത്തുന്ന എർബിനോ സമൂഹത്തിന്റെ നാനാതുറകളിൽ സ്വീകാര്യനായ, സമൂഹത്തിന്റെ എല്ലാ പരിപാടികളിലും മുൻപന്തിയിൽ നിൽക്കുന്ന എർബിനോ. എന്നാൽ ഫ്ലോറന്റീനോ ആവട്ടെ ഫെർമിന തന്നെ ഒരിടത്ത് പറയുന്നു, ഫ്ലോറന്റീനോ ഒരു മനുഷ്യന്റെ നിഴൽ മാത്രമാണ് എന്ന്. ഫ്ലോറന്റീനോ ബന്ധം പുലർത്തുന്ന 600-ൽ പരം സ്ത്രീകളിൽ ചില സ്ത്രീകളും ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അവരിൽ മിക്കവാറും വിധവകളാണ്. കുലീന സ്ത്രീകളായി ജീവിച്ച് ഭർത്താവിന്റെ മരണശേഷം ദുഃഖത്തിന്റെ ആഴക്കടലിൽ മുങ്ങി അതിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് സ്വന്തം ശരീരത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനും സ്വന്തം താല്പര്യപ്രകാരം ജീവിതം ജീവിക്കാനും വൈധവ്യം ആഘോഷിക്കാനും പഠിക്കുന്ന സ്ത്രീകളാണ് ഇതിലുള്ളത്. ഫ്ലോറന്റീനോ ആദ്യമായി ടെലിഗ്രാഫ് ഓപ്പറേറ്ററായും പിന്നീട് കപ്പൽ വ്യാപാരത്തിലുമാണ് ഈ കഥയിൽ ഏർപ്പെടുന്നത്. ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആയിരിക്കുമ്പോൾ ആ സന്ദേശങ്ങളിലൂടെയാണ് ഫ്ലോറന്റീനോയും ഫെർമിനയും തമ്മിലുള്ള പ്രണയം ശക്തമാകുന്നത്. അതിനാൽ തന്നെ ടെലിഗ്രാഫിന്റെയും കപ്പൽ വ്യാപാരത്തിന്റെയും ഒരു ചുരുക്ക ചരിത്രം തന്നെ ഈ കഥയിലുണ്ട്. വാർദ്ധക്യത്തിലെ പ്രണയം ഈ കഥയിലെ സുവിശേഷമായ ഒരു പ്രമേയമാണ്. വാർദ്ധക്യത്തിലെ പ്രണയം എങ്ങനെ കൊണ്ടാടുന്നു, സമൂഹം അതെങ്ങനെ കാണുന്നു എന്ന പല സൂചനകളും നോവലിസ്റ്റ് തരുന്നുണ്ട്. ഈ കഥയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ ഫ്ലോറന്റീനോയും ഫെർമിനയും അവരുടെ പ്രണയ സാഫല്യം കണ്ടെത്തുന്ന കപ്പലിൽ ആ കപ്പലിന്റെ കപ്പിത്താൻ ഫ്ലോറന്റീനയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ കപ്പൽ എപ്പോഴെങ്കിലും നങ്കൂരമിടണ്ടേ? ഇതെത്ര കാലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും? അപ്പോൾ 53 വർഷം 7 മാസം 11 ദിവസം ഫ്ലോറന്റീനോ കാത്തു സൂക്ഷിച്ച ഒരു ഉത്തരം ഫ്ലോറന്റീനോ നൽകുന്നു. ഫോർ എവർ, എല്ലായ്പ്പോഴും.
അതുപോലെ തന്നെ ഈ നോവൽ വായിക്കുന്ന ഏതൊരു വായനക്കാരുടെയും മനസ്സിൽ ഈ കഥ എല്ലായ്പ്പോഴും ഫോർ എവർ നിലനിൽക്കും. പ്രണയത്തിൻ്റെയും വിവാഹ ജീവിതത്തിൻ്റെയും വൈധവ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കപ്പൽ വ്യാപാരത്തിൻ്റെയും പുഴയുടെയും ടെലിഗ്രാഫിൻ്റെയും എല്ലാം കൂടിയുള്ള കഥയാണ് ഒരു അനശ്വര പ്രണയകാവ്യമായ ലവ് ഇൻ ദ ടൈം ഓഫ് കൊളറ ബൈ ഗബ്രിയൽ ഡി മാർക്വിസ്. താങ്ക് യു.